ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്തായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവരിക. അവരോട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്തായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. പേജ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ്, ടവർ കാർഡ്, ക്യൂൻ ഓഫ് വൺസ്, ഹെറോഫന്റ്, മജീഷ്യൻ. സിക്സ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് പേജ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ്സ് ആണ്. അതുപോലെ തന്നെ ത്രീ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പം ഒരു കോണ്ടാക്റ്റ് ഇപ്പം കറൻ്റ്ലി ഉണ്ടാവില്ലായിരിക്കാം. കാരണം പേജ് ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളടുത്തോട്ടൊരു കോണ്ടാക്റ്റ് ആലോചിക്കുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. അപ്പോൾ ഒരു കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ലായ്മ ഉണ്ടായിരിക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് അവർ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് സോർഡ്സ് എന്ന കാർഡ് ഉണ്ട്. ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇത് അവരുടെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കറൻ്റ്ലി എന്താണ് ചിന്തിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ ഈഗോയൊക്കെ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഈഗോയൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ചിന്തകളിൽ ഈഗോയൊന്നുമില്ല. അതായത് നിങ്ങളടുത്ത് അവർക്കത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ ഈഗോ ഉള്ളൂ. ദാറ്റ് മീൻസ് അവർ ചിന്തിക്കുന്ന ആ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ അവർ വിചാരിക്കുക അല്ലെങ്കിൽ അവർക്കൊരു മിസ്സിങ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് അയക്കാൻ വിചാരിക്കുന്നു എന്നല്ലാതെ അത് അവർ ചെയ്യുന്നില്ല. അത് ചെയ്യാതിരിക്കുന്നത് അവരുടെ ഒരു ഈഗോ പ്രോബ്ലം കൊണ്ടാണെന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളിൽ ഒരുപാട് ലെസൺസ് വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് താൻ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മനസ്സിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തതിനുള്ളൊരു കർമ്മയായിട്ടാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനത്തെ തോട്ട്സ് അവർക്കുണ്ട്. ആൻഡ് അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കുമ്പം ഇവിടെ നിങ്ങൾ ഭയങ്കര സ്റ്റെബിലിറ്റി ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല, നിങ്ങൾ ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഇപ്പം കോണ്ടാക്ട് ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താലും ഇല്ലെങ്കിലൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ സൈലൻ്റ് ആയിട്ടുണ്ടാകാം. ഒരുപാട് നാളത്തെ കോണ്ടാക്ട് ഇല്ലായ്മയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മടുത്ത് നിങ്ങൾ സൈലൻ്റ് ആയിട്ടുണ്ടാകാം, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം.
അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറി ചേസ് ചെയ്ത് പോകുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം മേ ബി ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടും ആയിരിക്കാം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത്, അവരത് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത്. ആൻഡ് ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പായി എന്നുള്ളതാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അതായത് ഇതിവിടെ എൻഡായി, ഇനിയിപ്പം ഉണ്ടാവില്ല, നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളിപ്പം ഇതിപ്പോൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഓക്കെ ആണെന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുകയാണ്. അത് അവർക്ക് സഹിക്കാനും പറ്റുന്നില്ല. അതായത് നിങ്ങളെ വിട്ടു പോവുക അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിന്നെയും പോയൊരു ബന്ധത്തെ റീകണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില ആളുകളത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈറോഫൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു പ്രപ്പോസലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ മാരേജ് ചെയ്യാനൊക്കെ തീരുമാനിച്ച ആളുകളാണെങ്കിൽ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഒഴിവാക്കി പോയതൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഒരു പ്രപ്പോസലായിട്ട് വരാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് മാരേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അല്ലാതെയുള്ള നിങ്ങൾ മാരേജ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പേഴ്സണുമെങ്കിൽ എന്താ പറയുക, ഒരു പ്രപ്പോസൽ പോലെ അല്ലെങ്കിൽ ഒരു ഇഷ്ടം തുറന്നു പറയുന്നത് പോലെ അവർ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടുകളയാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ നോക്കുന്ന സമയത്ത് ഫൈനലി മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് വാൻഡ്സും ആണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ നിങ്ങളുടെ അടുത്തോട്ട് വരികയാണെങ്കിലും എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് മേ ബി തെറ്റ് എവിടെയാണെന്നുള്ളത് അറിയാലോ. നിങ്ങളുടെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ മേ ബി അവരായിരിക്കാം തെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കി പോവുകയോ നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇപ്പം അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊന്നും അറിയില്ല അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലായിരിക്കാം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ. അതുപോലെ അവരുടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ്, അവർക്കിപ്പം അവർ സ്ട്രഗിൾ ചെയ്യുന്ന അവരുടെ ആ ഒരു വിഷമം അത് അവർ കാണിക്കാൻ ചാൻസ് ഉണ്ടാവില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ. മെസ്സേജ് ഒരു ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് വരുന്നുള്ളത് കാണുന്നുണ്ട്, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട്. പക്ഷെ അവരൊരിക്കലും താന്ന് തന്നുകൊണ്ടായിരിക്കില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അവർ വരും, ജസ്റ്റ് ഒന്ന് എന്താ അവസ്ഥ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുക. ഈഗോ അവർ വിടില്ല, ഈഗോ വരാതെ ആയിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അതാണ് അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതും അത് തന്നെയാണ് ചിന്തിക്കുന്ന സമയത്ത്. ഇന്നത്തെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു പെയിനാണ് വരുന്നത്. ഓക്കെ, ബന്ധം സ്റ്റോപ്പായി പോയതിൽ അവർക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട്. അപ്പം ഈ പെയിൻ കാരണം നിങ്ങളെ ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയാണ് ഇവർക്ക്. അപ്പം ഈ ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഈ ഒരു പെയിൻ കാരണമാണ് കോണ്ടാക്ട് ചെയ്തതെന്നൊന്നും ഇവർ പറയില്ല, അങ്ങനത്തെ കാര്യമൊന്നും പറയില്ല. ഈഗോ അങ്ങനെ തന്നെ വെക്കും. പക്ഷെ ജസ്റ്റ് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട്, ഈ ബന്ധം ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട്, പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ടും അവർ ശ്രമിക്കും എന്നുള്ളതാണ്, പോസിറ്റീവ് തന്നെയാണ്. ആൻഡ് ഇവിടെ കോണ്ടാക്ട് വരുന്ന എഗെയിൻ കാർഡ് പേജ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, ഒരു മെസ്സേജ് ഒരു ഇൻഫർമേഷൻ വരുന്നുള്ളത്. ഓക്കെ, നമുക്ക് എഗെയിൻ കൺഫർമേഷൻസ് കുറച്ച് കാർഡ്സും കൂടി ടാരോട്ട്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ചിന്തകളാണ് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള. ഇത് ലവേഴ്സ് കാർഡാണ്. നൈസ്. അവർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം, നല്ല രീതിക്ക് തന്നെ മിസ് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിക്ക്. ഇന്നത്തെ ദിവസം അവരത് ആഗ്രഹിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകാം. അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിസ്സിങ് എനർജി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുമല്ലോ. അപ്പോൾ ആ രീതിക്ക് മേ ബി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം. അവർക്കൊരു നിവർത്തിയില്ല നിങ്ങളെക്കുറിച്ചിട്ട് അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് എന്തെങ്കിലും ഒരു പ്രസൻസ് നിങ്ങളുടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കംപ്ലീഷൻ കാണിക്കുന്നുണ്ട്. അവർ റിലേഷൻഷിപ്പ് പുതുക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സന്തോഷത്തിൻ്റെ കാർഡാണ്, ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. എൻജോയ് ചെയ്യുക. അത് ഇപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ആയിരിക്കും. മേ ബി ഇത് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴുള്ള അവരുടെ ഹാപ്പിനെസ് ആയിരിക്കാം.
ഓക്കെ, നിങ്ങൾ എവിടെയും പോയിട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. അപ്പോൾ അവരുടെ ആ ഒരു തോട്ട്സ് നമുക്ക് നോക്കുമ്പം ഹാർട്ട് പെയിൻ ആയിരുന്നു ഇന്നത്തെ ഡേ അവർക്ക്. അവരുടെ ചിന്തയിൽ ഹാർട്ട് പെയിൻ ആയിരുന്നു, അവരുടെ അവസ്ഥയിൽ ഹാർട്ട് പെയിൻ ആയിരുന്നു. അതുപോലെ കോണ്ടാക്ട് ചെയ്യണം, മെസ്സേജ് അയക്കണം, ഇങ്ങനെ അതിനുള്ളൊരു ത്വരയാണ് അവർക്ക് കാണുന്നത് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പം ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.